ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെമ്മിൻ്റെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന സോഷ്യോളജിക്കാരുടെ മെയിൻ പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ മറ്റ് പല സബ്ജക്റ്റുകളും പല സെമ്മിൻ്റെയും നോട്ട്സുകളും ഉണ്ട്, അസൈൻമെൻറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ബ്ലോക്കിൻ്റെ പേര് ഇന്ത്യൻ സൊസൈറ്റി കണ്ടംപററി ഡിബേറ്റ്സ്, ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകൾ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് കമ്മ്യൂണലിസം, സെക്യുലറിസം, റീജിയണലിസം, സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് പിന്നെ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലേ, വർഗീയത. അതുപോലെ തന്നെ സെക്യുലറിസം മതേതരത്വം, റീജിയണലിസം പ്രാദേശികത, സിറ്റിസൺഷിപ്പ് പൗരത്വം ആൻഡ് ഐഡൻറ്റിറ്റി വ്യക്തിത്വം. ഇതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്, കമ്മ്യൂണലിസമാണ്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റിൽ നമ്മളോട് ചോദിക്കുക ഡയമെൻഷൻസ് ഓഫ് കമ്മ്യൂണലിസമാണ്. കമ്മ്യൂണലിസത്തിൻ്റെ മാനങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ മാനം എന്ന് പറയുന്നത് ധാർമ്മിക അവബോധത്തിൻ്റെ ഘട്ടമാണ്. അതായത് മറ്റു മതങ്ങളോടൊക്കെ സഹിഷ്ണുത കാണിച്ച് തൻ്റെ മതമാണ് ശ്രേഷ്ഠമെന്നുള്ള ചിന്തയില്ലാതെ എല്ലാ മതങ്ങളോടും ഒരുപോലെ ഇടപഴകുന്ന ഒരു ഘട്ടമാണ് ഇത് ധാർമ്മിക അവബോധത്തിൻ്റെ ഘട്ടമാണ്. 2ാമത്തെ ഘട്ടമാണ് സംവേദനാത്മക ഘട്ടം. ആ ഘട്ടത്തിൽ സ്വന്തം സംഘം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നുള്ളൊരു വിശ്വാസം പതുക്കെ രൂപപ്പെട്ടു തുടങ്ങും. മതങ്ങൾക്കിടയിൽ വിവേചനം ശക്തമാവുകയും മതപരമായ വിശ്വാസങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉയരുകയും ചെയ്യുന്ന ഘട്ടമാണ് 2ാമത്തെ സംവേദനാത്മക ഘട്ടം എന്ന് പറയുന്നത്. 3ാമത്തത് തീവ്രഘട്ടമാണ്. പേര് പോലെ തന്നെയാണ്, ഇത് ഏറ്റവും അപകടകരമായൊരു ഘട്ടമാണ്. അവിടെ മതത്തെ അടിസ്ഥാനമാക്കി മറ്റ് സമൂഹങ്ങളെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, അവഗണിക്കപ്പെടുന്നു, ശത്രുക്കളായിട്ട് കാണുന്നു. സഹിഷ്ണുത ഒന്നും സ്വാധീനിക്കാത്ത ഒരു ഘട്ടമാണ്. ഇനി സാമൂഹികമായിട്ട് ഈ കമ്മ്യൂണിസം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മതങ്ങൾക്കിടയിൽ ശത്രുത വളർത്തും. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് മതം ഉപയോഗിച്ച് വോട്ട് ബാങ്ക് രാജ്യം ഭിന്നിപ്പിക്കും. പിന്നെ കലാപങ്ങളും കൂട്ടാഹത്യങ്ങളും ഒക്കെ സംഭവിക്കും. ദേശീയ ഐക്യം തകരും, രാജ്യത്തിൻ്റെ ഐക്യം തകരും. ഇനി നമുക്ക് റീജിയണലിസം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രാദേശികവാദം. ഈ പ്രാദേശികവാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷ, സംസ്കാരം, ആചാരങ്ങൾ, സാമ്പത്തികം, വംശപരമ്പര എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങൾ അവർക്ക് പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വത്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ആഗ്രഹങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രാദേശികതയുടെ തുടക്കം വരുന്നതെന്നാണ്. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഭൗതികമായിട്ട് വിഭജിച്ച ഭരണ സംവിധാനങ്ങൾ അവർ കൊണ്ടുവന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന് പറഞ്ഞിട്ട് നയം കൊണ്ടുവന്നപ്പോൾ വിവിധ ഭാഷാ സമൂഹങ്ങൾക്കും പ്രദേശങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും എന്തായി, സ്വന്തം തിരിച്ചറിയൽ രൂപപ്പെട്ടു തുടങ്ങി. അതോടെ അവരെന്താണ്, അവരുടേതായ ഒരു അസ്തിത്വത്തിന് വേണ്ടി വാദിച്ചു. അങ്ങനെ ഇന്ത്യയിൽ എന്തിനും തുടക്കം കുറിച്ചു, പ്രാദേശികവാദത്തിന് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാധിഷ്ഠിത സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാദേശികവാദത്തിനത് കാരണമായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഭാഷാധിഷ്ഠിത സംസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അതിന് കാരണം എന്തുതന്നെയാണ്, 1953 പിന്നെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് 1956 പിന്നെ ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സംസ്ഥാന പ്രക്ഷോഭമാണത് കേട്ടോ. 1960 മുതൽ 1990 വരെ ഇതിൻ്റെ വിപുലീകരണമായൊരു ഘട്ടമാണ് ഉണ്ടായത്. 1960 മഹാരാഷ്ട്രയും ഗുജറാത്തും വിഭജിച്ചു. 1966 പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവ വ്യത്യസ്ത സംസ്ഥാനങ്ങളായിട്ട് രൂപം കൊണ്ടു. പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വന്നു. 1990 ശേഷം സ്വത്വ വികസനം, വിഭജനം എന്നിവ ഉണ്ടാവുകയും വികസന വ്യത്യാസ, ജനസംഖ്യ, സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾക്കത് ഇടവരുത്തുകയും ചെയ്തു. 2000 പിന്നെ 3 പുതിയ സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 2014 തെലുങ്കാന സംസ്ഥാനമായി പിറവികൊണ്ടതും തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, നിലസന്റെ സമരത്തിൻ്റെ ഫലമായിട്ടാണ്. 2014 മുതലുള്ള സമകാലിക ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ ശക്തമായ ഇടപെടലിനും ഇടവരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്നത് എന്താണ്, ഇന്ത്യയിലെ പ്രാദേശികവാദത്തിന് കാരണമായ ഘടകങ്ങൾ, റീസൺസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റീജിയണലിസം ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് ഇന്ത്യയിലെ പ്രാദേശികവാദത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ? ഒന്ന്, സാമ്പത്തിക സമത്വം തന്നെയാണ്. സാമ്പത്തിക സമത്വം, വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ സമ്പത്ത് വിവിധ രീതിയിൽ എന്താ പറയുക, വിഭജനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നം. പിന്നെ മറ്റൊന്ന് ഭാഷാപരമായ വൈവിധ്യമാണ്. ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരേ പ്രദേശം, അവരുടെ ഇടയിൽ ഒരു ഐക്യം, ഇതൊക്കെ രൂപപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന് സാംസ്കാരിക ഇതിഹാസ പാരമ്പര്യങ്ങളാണ്.
പല പ്രദേശങ്ങളും സ്വന്തം അഭിമാനപരമായ ചരിത്രവും രാജവംശവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അതാണ് മറ്റൊരു. ഇന്നൊന്ന് ഭരണഘടനാപരമായ ഘടനയാണ്. ചില പ്രദേശങ്ങൾ എന്താ പറയുക, രാജ്യത്ത് നടപ്പിലാക്കുന്ന പലതും ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഭരണഘടനാപരമായ ഘടന. പിന്നെ രാഷ്ട്രീയ പ്രേരണകൾ അതിനൊരു കാരണമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ പ്രേരണകൾ. പിന്നെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യവും പരിമിതികൾ, ഭൂമിശാസ്ത്രപരമായ ആ പ്രദേശങ്ങളുടെ കിടപ്പ്. പിന്നെ അധിനിവേശവും കൊളോണിയൽ ഭരണവും ചരിത്രപരമായ അനുഭവങ്ങളും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ പ്രദേശങ്ങൾ അനുഭവിച്ച പ്രത്യേക അവകാശങ്ങൾ അവരെ വീണ്ടും ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് വളരാൻ അവരിൽ ആഗ്രഹം ജനിപ്പിക്കും. പിന്നെ മീഡിയ, വിദ്യാഭ്യാസം, ജനകീയ പ്രചരണം. മീഡിയാസും വിദ്യാഭ്യാസവും ജനകീയ പ്രചരണം, ഇതൊക്കെയാണ് പ്രാദേശികവാദത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 45 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സ്വന്തം മതം സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനും ആചരിക്കാനും അതിൻ്റെ പ്രചാരണം നടത്താനും ഭരണഘടന ആളുകൾക്ക് അവകാശം നൽകുന്നുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാ മതങ്ങളോടും ഒരേ വിധത്തിലുള്ളൊരു സമീപനമാണ്. ഭരണകൂടം ഒരു മതത്തിനും എന്ത് നൽകുന്നില്ല, മുൻഗണനയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് പോരാൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാന പ്രമാണമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ 25 എന്ന് പറയും. ഈ ആർട്ടിക്കിളിൽ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുമ്പോഴും മതപരമായ ആചാരങ്ങളെ നിയമപരമായിട്ട് പ്രശ്നപരമാക്കുമ്പോൾ അത് നിയന്ത്രിക്കാനും അതിൽ തന്നെ വ്യവസ്ഥയുണ്ട്. ഇനി ആർട്ടിക്കിൾ 14 എന്താണ്? സമത്വത്തിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ സമത്വം ലഭിക്കുമെന്ന ജാതി, മതം, വർഗം എന്നതിൻ്റെ പേരിലൊന്നും യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ ഒരു മതസമൂഹത്തിനും പ്രത്യേക നിയമപരമായ മുൻഗണനയോ അല്ലെങ്കിൽ നിഷേധമോ ഭരണഘടന അനുവദിക്കുന്നില്ല. പിന്നെ സെക്യുലറിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യ ഒരു സെക്യുലർ റിപ്പബ്ലിക്കാണ് എന്ന് ആമുഖത്തിൽ ചേർത്തിട്ടുള്ളത്. എല്ലാ മതവിശ്വാസങ്ങൾക്കും തങ്ങളുടേതായ മതം പിന്തുടരാനും പരസ്യമായിട്ടത് ആചരിക്കാനും അതിലൂടെ അവകാശം ലഭിക്കുകയും ചെയ്തു. രാഷ്ട്രം മതനിരപേക്ഷത പിന്തുടരുന്നു, അതായത് മതകാര്യങ്ങളിൽ ഒരു ന്യൂട്രൽ നിലപാട്, രണ്ടു പക്ഷത്തുമില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ആ ഒരു പ്രീംബിൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെയോ ഒരു രാഷ്ട്രത്തിനുടേയുള്ള നിയമപരവും രാഷ്ട്രീയപരവുമായ ഒരു ബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിക്ക് അവകാശങ്ങളും കടമകളും ഉണ്ട്. അവകാശങ്ങൾ മാത്രമല്ല, കടമകളുണ്ട്. പൗരത്വം ലഭിക്കുന്ന പൗരനെന്ന്, അതായത് പ്രദേശത്ത് പൗരത്വം ലഭിക്കുന്നവരെ പൗരനെന്ന് വിളിക്കും. അത് ആ പൗരത്വം വ്യക്തിയെ രാജ്യത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടനയിൽ അധികാരവും ഉത്തരവാദിത്വമുള്ള ഒരാളായിട്ട് അംഗീകരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 പൗരത്വം സംബന്ധിച്ച പൊതുവ്യവസ്ഥകൾ നൽകുന്നുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ പൗരനായി പരിഗണിക്കപ്പെടാൻ ആർക്കാണ് അർഹത എന്ന് വളരെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 10 പൗരാവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നു. നിയമപ്രകാരം പൗരത്വമുള്ളവർക്ക് അതിൻ്റെ എല്ലാ അവകാശങ്ങളും ലഭ്യമാക്കുന്നുമുണ്ട്. ആർട്ടിക്കിൾ 11 നിയമനിർമ്മാണ അധികാരം പാർലമെൻറ്റിനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പൗരത്വത്തെക്കുറിച്ച് നിയമങ്ങൾ കൊണ്ടുവരാനും നിയമങ്ങൾ പാർലമെൻറ്റിന് തന്നെയാണ് അധികാരമുള്ളത്. 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം പൗരത്വം ലഭിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. അതായത് വസ്തുതകളൊക്കെ ഒത്തുചേർന്നാലേ പൗരത്വം നൽകുകയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കുക. 1 ജനനത്തിൻ്റെ അടിസ്ഥാനം, 2 വംശപരമ്പര, 3 രജിസ്ട്രേഷൻ മുഖേന പൗരത്വം കൊടുക്കാം, 4 സ്വാഭാവിക പൗരത്വം, 5 ഭൂഭാഗം ചേർക്കുന്നത് കൊണ്ട്, അതായത് ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നത് കൊണ്ട്. പിന്നെ പൗരത്വം നഷ്ടമാകാനും ചില സാഹചര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തത് സ്വമേധയാ ഉള്ള ഒഴിവാക്കൽ, അതായത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാം എന്ന രീതി. മറ്റൊന്ന് നിയമപരമായി അവസാനിപ്പിക്കലാണ്. ഇനിയൊന്ന് ശിക്ഷാരൂപേണ പൗരത്വം നഷ്ടപ്പെടും. നാടുകടത്തുകയൊക്കെ ചെയ്യുമ്പോൾ പൗരത്വം നഷ്ടപ്പെടും. ഇനി പൗരത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്. വ്യക്തിയെ രാഷ്ട്രവും സാമൂഹികവുമായ സമൂഹത്തിൽ ഉൾപ്പെടുത്തുന്നത് പൗരത്വമാണ്. മറ്റൊന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം, നിയമത്തിന് മുന്നിലുള്ള സംരക്ഷണം, രാജ്യത്ത് താമസിക്കാൻ നിയമപരമായ അധികാരം, സർക്കാരിൽ പങ്കെടുക്കാനുള്ള അവകാശം തുടങ്ങിയ പൗരത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവകാശങ്ങളാണ്. പിന്നെ പൗരത്വം ഇല്ലാത്തവരെ രാഷ്ട്രരഹിത വ്യക്തികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് അവകാശങ്ങളിൽ നിലവിലുള്ളവരായിട്ട് അവരെ പരിഗണിക്കുകയില്ല. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ
ഇനിയും നമുക്കിതിൽ പൗരത്വത്തിൻ്റെ തരങ്ങളാണ് ഏതൊക്കെയാണ്, ഏതെത്ര തരം പൗരത്വങ്ങൾ. ഒന്ന് ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വമാണ്. വ്യക്തി ഏത് രാജ്യത്ത് ജനിക്കുന്നുവോ ആ രാജ്യത്തെ പൗരനായിട്ട് പരിഗണിക്കപ്പെടും. പിന്നെ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ മക്കൾക്ക് അവർ വിദേശത്ത് ജനിച്ചാലും മാതാപിതാക്കളുടെ പൗരത്വം കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ. മൂന്നാമത്തത് രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വമാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് ഇത്ര കാലം താമസിക്കണം എന്ന് അവിടുത്തെ ഒരു കണക്കുണ്ടാവും. അവിടെ താമസിച്ചിട്ട് ആ കാലം കഴിയുമ്പോൾ രജിസ്ട്രേഷനിൽ നമുക്ക് പൗരത്വം നേടിയെടുക്കാം. പിന്നെ സ്വാഭാവിക പൗരത്വം. ഇന്ത്യയിൽ കൂടുതൽ കാലം താമസിച്ചിട്ടുള്ള വിദേശികൾക്ക് നിയമം അനുസരിച്ച് പൗരത്വം നൽകാം. 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് 11 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് അവകാശമുണ്ട്? പൗരത്വത്തിനുള്ള അർഹത ഉണ്ടാകും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് കുറയ്ക്കാനുള്ള അധികാരവും പാർലമെൻറ്റിനുണ്ട്. പിന്നെ ഭൂഭാഗം ചേർത്തുകൊണ്ടുള്ള പൗരത്വമാണ്. അതായത് ഒരു പുതിയ പ്രദേശം ഇന്ത്യയുമായിട്ട് ചേർത്താൽ അവിടുത്തെ ജനങ്ങൾ പിന്നീട് എവിടുത്തെ പൗരന്മാരായിരിക്കും? ഇന്ത്യയുടെ പൗരന്മാരായിട്ട് മാറും. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, 5ാമത്തെ ബ്ലോക്കിൽ കേട്ടോ. ഓക്കെ, താങ്ക്സ്.